guys, welcome to my YouTube channel. This is my channel's first video. എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഒരു പൊതിച്ചോർ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. പൊതിച്ചോർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സാധനം. നമ്മൾ പണ്ടത് സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും സ്കൂളിലും കോളേജിലും ഒക്കെ ഇത് പിള്ളേരും വലിയവരും ഓഫീസിലും കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ മെമ്മറി പൊതിച്ചോറിനെ പറ്റിയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് ഡൽഹിയിലായിരുന്നപ്പോൾ 2 മാസം സമ്മർ വെക്കേഷന് വേണ്ടി നാട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഡൽഹി ടു കേരള ട്രെയിൻ ട്രാവൽ എന്ന് പറയുന്നത് 3 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഡിന്നറിന് കഴിക്കാൻ വേണ്ടി എൻ്റെ അമ്മ പൊതിച്ചോറ് പാക്ക് ചെയ്തെടുക്കുമായിരുന്നു. ഇത് വീട്ടിൽ വെച്ച് ഉച്ചയ്ക്ക് പാക്ക് ചെയ്യുമ്പോഴേ എൻ്റെ വായിലെ വെള്ളമൊക്കെ നിറയും. പിന്നെ ട്രെയിനിൽ കഴിഞ്ഞാൽ എനിക്കൊരു രക്ഷയില്ല. ഞാൻ എൻ്റെ അമ്മയുടെ പുറയിലങ്ങ് നടക്കും, തുറക്ക് കഴിക്കാം, തുറക്ക്. അങ്ങനെ അവസാനം ഈ പൊതിച്ചോറ് തുറക്കുമ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ ആ കമ്പാർട്ട്മെൻറ്റ് മൊത്തം ഇതിൻ്റെ മണമാണ്. പിന്നെ വേറെ സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്, ഇതെനിക്ക് വാരി തരുന്ന എൻ്റെ അമ്മയാണ്. അപ്പോൾ എന്തായാലും അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഈ പൊതിച്ചോറ് മെമ്മറിയാണ് ഞാൻ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കണ്ടാലോ? ബാ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതിച്ചോറിൽ നിന്ന് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുള്ളത് മീൻ വറുത്തത്. അതിനകത്ത് നമ്മൾ മസാലയൊക്കെ പുരട്ടി തേച്ച് വെച്ചേക്കും, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഞാൻ കാര്യമായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ യൂഷ്വൽ മസാലാസ്, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി, ലേശം ഉലുവയും കൊറിയാൻഡർ പൗഡറും കുരുമുളകും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞ് വെച്ചേക്കുവാണ്, ഉള്ളിയും മുളകും പച്ചമുളകും. പിന്നെ ക്യാബേജ് തോരന് വേണ്ടിയുള്ള ക്യാബേജും ഉള്ളിയും, ചമ്മന്തിക്കുള്ള തേങ്ങയും ഉള്ളിയും എല്ലാം റെഡിയാണ്. ഇത് നാരങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയതെല്ലാം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പൊതിച്ചോറിനകത്ത് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഉണ്ടാക്കിയിട്ട് കണ്ടാലോ.
പൊതിച്ചോറ് തുറക്കാൻ പോവാം. എൻ്റെ പാക്കിംഗ് ഒക്കെ ക്ഷമിക്കണം, ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പാക്കിംഗ് ഒന്നും അത്ര അടിപൊളിയല്ല. എന്നാലും സാരമില്ല, നമ്മുടെ വീട്ടിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട് വലിയ പാക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓ, ഇത് കണ്ടപ്പോഴേ എൻ്റെ വായിക്കാത്ത വെള്ളം വന്നു. ഇതിൻ്റെ എല്ലാം ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് തന്നെ വേറെയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കരുത്. അപ്പം ഞാനെല്ലാം കൂടി മിക്സ് ചെയ്തു. മീൻ മാത്രം ചെറുതായിട്ടൊന്ന് മാറ്റി വയ്ക്കാം, അത് നമുക്ക് പിച്ചി ഇടയ്ക്ക് വെച്ചെടുക്കാം. അപ്പോൾ ചോറെല്ലാം കൂടി മിക്സ് ചെയ്തു. ദേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ക്യാബേജ് തോരൻ, നാരങ്ങ അച്ചാർ, അത് ഓൾറെഡി മിക്സായി പോയി ചോറിൻ്റെ കൂടെ, പിന്നെ ചമ്മന്തി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ച് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബൈറ്റ് എടുത്ത് നോക്കാം. സോ ഗൈസ്, ഞങ്ങളുടെ പൊതിച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് ഇനി ഒരു ഉറക്കം, അത് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.